ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ മിയാവാക്കി നേഴ്സിന്റെ ഉള്ളിലാണ്. അതായത് കഴിഞ്ഞ കൊല്ലം 2024 മെയ് 24 ഞാൻ നട്ട എന്റെ ഫോറസ്റ്റിന്റെ ഉള്ളിൽ. അപ്പോൾ എന്റെ എയിം അന്നെല്ലാം ഒരു ബിസിനസ് എയിം ആയിരുന്നു, ഏതെങ്കിലും ഫ്ലാറ്റിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നടന്നേച്ചു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഞാൻ വളർന്നു. വളർന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബിസിനസ് അല്ലല്ലോ എന്റെ മെയിൻ മോട്ടീവ്, സമ്പാദനമല്ല എന്റെ മോട്ടീവ്. എന്റെ മോട്ടീവ് ഈ ഒരു ഭൂമി കംപ്ലീറ്റ് ആയിട്ട് പച്ച പുതപ്പിക്കണം. കാരണം പച്ച പുതപ്പിച്ചാൽ മാത്രമേ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കും ജീവജാലങ്ങൾക്കും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ. ബൂമി എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേക്കാട്ടി മനോഹരമായിട്ട് ഞാൻ പച്ച പുതപ്പിക്കും. അപ്പോൾ അത് കേൾക്കുമ്പോൾ വലിയൊരു കാര്യമായിട്ട് തോന്നും. ഈ ചെടികൾ നട്ടപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവർ ഇത്രയും വലുതായില്ലേ. അതായത് ഒരു 1000 സ്റ്റെപ്പുള്ള ജേണി ആണെങ്കിലും എത്ര വലിയൊരു യാത്രയാണെങ്കിലും അത് തുടങ്ങുന്നത് ഒരു ചെറിയ സ്റ്റെപ്പിൽ നിന്നായിരിക്കും. അപ്പൊ എന്റെ ആ ഒരു ചെറിയ സ്റ്റെപ്പാണ് നിങ്ങൾ ഈ കാണുന്ന എന്റെ ഈ സ്റ്റെപ്പ്. അപ്പോൾ ഇതാണ് ആ ഒരു വേൾഡ് ഫുള്ളായിട്ട് ക്ലീൻ ആക്കാൻ പോകുന്നത് എന്റെ ഏറ്റവും ഇനിഷ്യൽ സ്റ്റേജ്. അപ്പൊ അത് ഇത്രയും വളർന്ന സമ്പാദനമായി. അതോടൊപ്പം ഈ ഒരു ഫൈറ്റോൺസൈഡ്സ്, ഈ പറയുന്ന നാച്ചുറൽ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ ചൈന, ജപ്പാൻ ഇവരുടെ എല്ലാവരും ആയുസ് കൂട്ടുന്നത്, ആരോഗ്യം കൂട്ടുന്നത്, ബുദ്ധി കൂട്ടുന്നത്. നമുക്ക് ഇവിടെ വിഷപ്പുകയും വിഷമടങ്ങിയ ഭക്ഷണം എല്ലാം തന്നുകൊണ്ട് കുട്ടികളെല്ലാം വിഡ്ഢികളായി മാറി, യങ്സ്റ്റേഴ്സ് എല്ലാം വിഡ്ഢികളായി മാറി. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു റോഡാണ്. നടുക്കൊരു പോസ്റ്റ്, അപ്പുറം ഇപ്പുറം റോഡ്. അതായത് തലയടിച്ച് മരിച്ചോ പുഴുക്കളെ നിങ്ങൾ, ഞങ്ങൾക്ക് ഇതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടേ പോകുള്ളൂ എന്നുള്ള ഒരു ഭരണാധികാരികളും ഇത് ചോദിക്കാത്ത നാട്ടുകാരും വിഡ്ഢികൾ. എന്നിട്ട് കൊടിയും പിടിച്ച് നടക്കും. വലിയ കുടിയുള്ള സ്ഥലത്തൊക്കെ കൊടിയും പിടിച്ചൊക്കെ നടക്കും. പ്രതികരിക്കണ്ടല്ലോ, അവരെല്ലാം ഇന്നോവ ക്രിസ്റ്റൊക്കെ പോകുന്നു, ഇവിടുത്തെ പാവങ്ങളെല്ലാം കുണ്ടുകുടിയിൽ വീഴുന്നു. അപ്പൊ ചൈനയെല്ലാം, അതായത് ചൈനയും ജപ്പാനും ഇന്ത്യ എല്ലാം ഡെവലപ്മെന്റ് തുടങ്ങിയത് 1970-കളിലാണ്. അപ്പോൾ ചൈന എവിടെ കിടക്കുന്നു, ഇപ്പൊ ഇന്ത്യ എവിടെ കിടക്കുന്നു? അവര് വേറൊന്നുമല്ല, ചൈനയിൽ മോട്ടീവ് ചെയ്യുന്ന അവർ ആൾക്കാരുടെ ഹെൽത്ത് ആണ്. അപ്പൊ ഹെൽത്തിന് വേണ്ടത് പച്ചപ്പ് തന്നെയാണ്. കാരണം ഫൈറ്റോൺസൈഡ്സ് നമ്മുടെ ഉള്ളിൽ പോകണം, ഈ പറയുന്ന ക്യാൻസർ സെൽസ് ഇല്ലാതാക്കണം, നാച്ചുറൽ സെൽസ് എല്ലാം ബൂസ്റ്റപ്പ് ചെയ്യണം, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം റിലാക്സ് ചെയ്യണം, ബ്രെയിൻ ഫങ്ഷൻ പ്രോപ്പർ ആവണം. ഇതിനെല്ലാത്തിനും ഫൈറ്റോൺസൈഡ്സ് മാത്രമേ പ്രതിവിധിയുള്ളൂ. ഇതൊന്നും പണ്ട് മുതലേ നമ്മുടെ കാരണവന്മാരെല്ലാം വളർന്നത് ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്ര ബുദ്ധിയും ശക്തിയും ഓർമ്മശക്തിയും ആയുസും എല്ലാം. അപ്പൊ റിലാക്സോസ് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, ഈ വിഡ്ഢിത്തരങ്ങളെല്ലാം മാറ്റണം. കാരണം വിഡ്ഢികളായിട്ടുള്ള ആൾക്കാരുടെ ഭരണം എല്ലാം നശിച്ചു കഴിഞ്ഞു. കണ്ടില്ലേ, ഇത്രയും കൊടൂരമായ വിഡ്ഢിത്തരങ്ങളൊക്കെ കാണിച്ചു വെക്കുന്നത്. അപ്പോൾ അതിന് പകരം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് സമസ്ത റോഡ് സൈഡ് എല്ലാം ഇതുപോലെ ഘോരമായ വനമായിരിക്കും ഞങ്ങൾ സൃഷ്ടിക്കുന്നത്. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ഇടയിലേക്ക് വെള്ളം ഇറങ്ങും. അതോടൊപ്പം ഇവിടെ യാതൊരു ഫ്ലഡ് ഉണ്ടാവില്ല, കടൽക്ഷോഭം ഉണ്ടാവില്ല. കാരണം ഇതെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി വളരെ കുറച്ച് കാര്യം ചെയ്താൽ മതി. പക്ഷെ അത് ബുദ്ധിപൂർവ്വം ചെയ്യണമെന്ന് മാത്രം. അതോടൊപ്പം ആക്സിഡൻസ് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ എല്ലാം കാറെല്ലാം പാട്ടത്തകിട് പോലെ ഒരു പൊട്ടി മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആക്സിഡൻസ് ഉണ്ടാവില്ല, ഈ പറയുന്ന ഫ്ലഡ് ഉണ്ടാവില്ല, ഈ പറയുന്ന കടൽക്ഷോഭം ഉണ്ടാവില്ല, യാതൊരു ക്യാൻസർ ഉണ്ടാവില്ല. കാരണം ഇതിനെല്ലാത്തിനുള്ള സൊല്യൂഷൻ റിലാക്സോസിന്റെ കയ്യിലുണ്ട്. ഇത് നാളെ നടക്കുന്ന കാര്യമല്ല, ഭാവി 2100, 2200 ആ സമയങ്ങളിൽ എല്ലാം ഉള്ള ആൾക്കാരുടെ കാര്യം പറയണം. കാരണം ഭൂമി നശിച്ചു കഴിഞ്ഞു, ഇത് റീബിൽഡ് ചെയ്യണം. നമ്മളെല്ലാം റീബിൽഡ് ചെയ്യാമെന്ന ആൾക്കാരാ. എന്നിട്ട് ഭാവി തലമുറക്ക് വേണ്ടിയിട്ട് ആ ഭൂമി കൊടുക്കും. അതോടൊപ്പം തന്നെ പുഷ്പവൃന്ദാവനം ഉണ്ടാവും, മിയാവാക്കി ഇൻഡോർ ജംഗിൾസ് ഉണ്ടാവും, ഹോളിസ്റ്റിക് റീചാർജിംഗ് റൂം ഉണ്ടാവും. ഇതെല്ലാം എന്താന്ന് എന്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും സ്റ്റാർട്ടിങ്, അതായത് ഭൂമിയുടെ ആ ഒരു പച്ചപ്പുതക്കിന്റെ ഏറ്റവും വലിയ സ്റ്റാർട്ടിങ്ങും മനുഷ്യരുടെ സമാധാനം, സന്തോഷവും ആരോഗ്യം എല്ലാം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്, ഈ ഒരു മണ്ണിൽ നിന്നാണ്.